ലോകം വിശുദ്ധരെന്നു കരുതുന്ന ദേവന്മാർ നിസ്സാരരാണ്. അവരിൽ ആനന്ദം കൊള്ളുന്നവർ അഭിശപ്തരാണ്. ലോകം വിശുദ്ധരെന്ന് കരുതുന്ന ദേവന്മാർ നിസ്സാരരാണ്. അവരിൽ ആനന്ദം കൊള്ളുന്നവർ അഭിശപ്തരാണ്. അന്യദേവന്മാരെ അനുഗമിക്കുന്നവർ തങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു. ഞാനവർക്കു രക്തം കൊണ്ട് പാനീയ ബലിയർപ്പിക്കുകയില്ല. ഞാനവരുടെ നാമം ഉച്ചരിക്കുകയില്ല. അന്യദേവന്മാരെ അനുഗമിക്കുന്നവർ തങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു. ഞാനവർക്ക് രക്തം കൊണ്ട് പാനീയ ബലിയർപ്പിക്കുകയില്ല. ഞാനവരുടെ നാമം ഉച്ചരിക്കുകയില്ല. ദൈവം എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ അങ്ങയിൽ ശരണം വച്ചിരിക്കുന്നു. ദൈവമേ എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ അങ്ങയിൽ ശരണം വച്ചിരിക്കുന്നു. കർത്താവാണെന്റെ ഓഹരിയും പാനപാത്രവും എന്റെ ഭാഗധേയമവിടുത്തെ കരങ്ങളിലാണ്. കർത്താവാണെന്റെ ഓഹരിയും പാനപാത്രവും എന്റെ ഭാഗധേയമവിടുത്തെ കരങ്ങളിലാണ്. അഭികാമ്യമായ ദാനമാണെനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത്. വിശിഷ്ടമായ അവകാശം എനിക്കു ലഭിച്ചിരിക്കുന്നു. എനിക്കുപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു. അഭികാമ്യമായ ദാനമാണെനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത്. വിശിഷ്ടമായ അവകാശം എനിക്കു ലഭിച്ചിരിക്കുന്നു. എനിക്കുപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു. ദൈവമേ എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ അങ്ങയിൽ ശരണം വച്ചിരിക്കുന്നു. ദൈവമേ എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ അങ്ങയിൽ ശരണം വച്ചിരിക്കുന്നു. കർത്താവെപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്. അവിടുന്ന് എൻ്റെ വലത്തു ഭാഗത്ത് ഉള്ളതു കൊണ്ടു ഞാൻ കുലുങ്ങുകയില്ല. അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗമാനന്ദം കൊള്ളുകയും ചെയ്യുന്നു. എന്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധം ജീർണിക്കാൻ അനുവദിക്കുകയില്ല. കർത്താവെപ്പോഴും എൻ്റെ
അന്തരംഗമാനന്ദ കൊള്ളുകയും ചെയ്യുന്നു. എന്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധം ജീർണിക്കാൻ അനുവദിക്കുകയില്ല. അങ്ങനെക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലത്തു കയ്യിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. ശാശ്വതമായ സന്തോഷമുണ്ട്. അങ്ങെനിക്കു ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലത്തു കൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. ശാശ്വതമായ സന്തോഷമുണ്ട്. ദൈവം എന്നെ കാത്തുകൊള്ളണമേ. സങ്കീർത്തനം 16 വച്ചിരിക്കും ദൈവമേ എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ അങ്ങയിൽ ശരണം വച്ചിരിക്കുന്നു. അവിടുന്നാണ് എന്റെ കർത്താവ്. അങ്ങിൽ നിന്നല്ലാതെ എനിക്കു നന്മയില്ല എന്നു ഞാൻ കർത്താവിനോട് പറയും. കർത്താവിനോട് പറയും. അവിടുന്നാണ് എന്റെ കർത്താവ്. അങ്ങിൽ നിന്നല്ലാതെ എനിക്കു നന്മയില്ല എന്നു ഞാൻ കർത്താവിനോട് പറയും. കർത്താവിനോട് പറയും. കർത്താവാണെന്റെ ഓഹരിയും പാനപാത്രവും. എന്റെ ഭാഗധേയം അവിടുത്തെ കരങ്ങളിലാണ്. കർത്താവാണെന്റെ ഓഹരിയും പാനപാത്രവും. അവിടുത്തെ കരങ്ങളിലാണ്. അഭിമാന്യമായ പാലമാണെനിക്ക് അളന്ന കിട്ടിയിരിക്കുന്നത്. വിശിഷ്ടമായ അവകാശം എനിക്കു ലഭിച്ചിരിക്കുന്നു. എനിക്കുപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. രാത്രിയിലും എന്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു. അഭികാമ്യമായ ദാനമാണെനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത്. വിശിഷ്ടമായ അവകാശം എനിക്കു ലഭിച്ചിരിക്കുന്നു. എനിക്കുപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. രാത്രിയിലും എന്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു. കർത്താവെപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട്. അവിടുന്ന് എന്റെ വലത്തു ഭാഗത്ത് ഉള്ളത് കൊണ്ടു ഞാൻ കുലുങ്ങുകയില്ല. അതിനാൽ എന്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗമാനന്ദം കൊള്ളുകയും ചെയ്യുന്നു. എന്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല.
Praise the Lord. So this is another beautiful, great psalm which speak about the mystery of Christ's passion, death and resurrection. The resurrection. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. So this is a direct reference to Jesus' passion, death and resurrection. ഈശോ എപ്പോഴും പാഷൻ, പീഡാനുഭവത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം പറഞ്ഞിരുന്നു, അവർ എന്നെ കൊല്ലും, എന്നാൽ 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ലാസറിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ലാസറിൻ്റെ സഹോദരി പറഞ്ഞു, ഇപ്പോൾ 4 ദിവസമായി ശരീരം ജീർണിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ സാധാരണ മനുഷ്യ ശരീരം 4-ാം ദിവസം ജീർണിക്കും. എന്നാൽ യേശു ദൈവപുത്രനായതുകൊണ്ടും യേശുവിൻ്റെ ശരീരം തന്നെ ദൈവത്വം പൂർണ്ണത നിറഞ്ഞതായതുകൊണ്ടും ജന്മഭാവമില്ലാത്തത് കൊണ്ടും ആ ശരീരം ജീർണിക്കാൻ അനുവദിച്ചില്ല. ശരീരം ജീർണിക്കുന്നതിന് മുൻപ് തന്നെ യേശു ഉയർക്കും എന്ന് സങ്കീർത്തനത്തിൽ മുതൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് എൻ്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു, സോളിറ്റ്യൂഡ്. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. ഈ അവസ്ഥ വളരെ വലിയ ഒരു ദൈവികതയുടെ അവസ്ഥയാണ്. യേശുവിൻ്റെ മരണസമയത്ത് ആ ശരീരത്തിലുള്ള രക്തം മുഴുവനും വാർന്നു പോയല്ലോ, ഇല്ലേ? ദ ഹോൾ ബ്ലഡ് ഈസ് ഡ്രെയിൻഡ് ഔട്ട്. അവസാന തുള്ളി രക്തം, വെൻ ദ പിയേഴ്സിങ് ഓഫ് ദ ഹാർട്ട് ടുക്ക് പ്ലേസ്, അവസാന രക്തവും പോയി. അങ്ങനെ രക്തമില്ലാത്ത ശരീരമാണ് ബറി ചെയ്തത്. മരിച്ചു മാത്രമല്ല, ആ മരിച്ചതോടെ രക്തം മുഴുവനും വാർന്നു പോയിട്ടുള്ള ഒരു മരണമാണ്. ആ ശരീരത്തിൽ ദൈവത്വമുണ്ട്. ആ ശരീരത്തിൻ്റെ ദൈവത്വം നിലനിൽക്കുന്നു. ആ ശരീരത്തിൻ്റെ ദൈവത്വം കൊണ്ടാണ് യേശു ഉയർത്തെഴുന്നേൽക്കുന്നത് തന്നെ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എന്നെ യോഹന്നാൻ 10:18 പറയുന്നത്, ആരും എന്നിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയില്ല, ഞാൻ അത് സ്വമനസാ സമർപ്പിക്കുകയും അത് സമർപ്പിക്കാനും തിരികെ എടുക്കാനും എനിക്ക് അധികാരമുണ്ട്. So Jesus, he had that power. ഈശോ മരിക്കുന്നതിന് മുൻപ് തന്നെ ഈശോ ഈ അധികാരത്തിലാണ് നിലനിൽക്കുന്നത്. അത് മരിക്കാൻ വിട്ടുകൊടുക്കാൻ. മരണമില്ലാത്തവനായ കർത്താവ്, മരണമില്ലാത്തവൻ, സ്വഭാവത്താലേ മരണമില്ലാത്തവനും, അല്ലേ? സ്വഭാവത്താലേ മരണമില്ലാത്തവനും. അങ്ങനെയാണ് നമ്മുടെ മലങ്കര കുർബാനയുടെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത്. അതെങ്ങനെയാണ് തമിഴിൽ? സ്വഭാവത്താലേ മരണമില്ലാത്തവൻ. മലയാളത്തിൽ നമ്മൾ സിറോ മലബാറിലൊക്കെ പറയും അമർത്യനായ ദൈവം. അത് വലിയൊരു കാര്യമാണ്. പലരും യേശുവിനെ മരിച്ചു, യേശുവിനെ അവർ കൊന്നു, യേശുവിനെ കുരിശിൽ തറച്ചു. പക്ഷേ സ്വഭാവത്താലേ മരണമില്ലാത്തവനാണ്. അവൻ മരിക്കുമ്പോൾ ആ പുസ്തകം, വലിയ പുസ്തകം,
ഇത് തക്സയാണ് മലയാളം. താങ്ക് യു. ഇതിൽ ഇപ്പോൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇല്ല, ഇറ്റ്സ് ഓക്കെ. കിട്ടി. ഖണ്ഡന ശുശ്രൂഷ. വചനമായ ദൈവം ശരീരത്തിൽ ഇപ്രകാരം യഥാർത്ഥമായി പീഡ അനുഭവിക്കുകയും ബലിയായിത്തീർന്ന് കുരിശിൽ വെച്ച് ഖണ്ഡിക്കപ്പെടുകയും ചെയ്തു. അവൻ്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ടെങ്കിലും ദൈവത്വം ആത്മാവിൽ നിന്നോ ശരീരത്തിൽ നിന്നോ വേർപിരിഞ്ഞില്ല. ഇതിൻ്റെ പാരലൽ എടുക്കാമോ? ഒന്ന് തക്സയിൽ, തമിഴ് തക്സയിൽ എടുക്കാമോ? ഖണ്ഡന ശുശ്രൂഷ. Can you use the mic? ഒരു mic കൊടുത്തു. Please come this side, please. Yes, Father. இங்கனம் வார்த்தையாக இறைவன் தம் உடலில் மெய்யாகவே பாடுகள் அனுபவித்து பலியாக மாறி சிலுவையில் வதைக்கப்பட்டார். அவரது ஆன்மா உடலை விட்டு பிரிந்த பின்னும் அவரது இறைத்தன்மை தம் உடலை விட்டோ ஆன்மாவை விட்டோ பிரியவில்லை. Praise the Lord. We will read once again. Please, you sit down. You sit down. Or okay. Okay. Come. So we will pay attention. It is once okay. again. Okay. Yeah. Now take it. But I wish you to pay special attention. Don't take it jokingly. Don't smile. This is, you can smile, but take it very as an important message we are sharing. വചനമായ ദൈവം ഇങ്ങനം വാർത്തയായ ഇറവൻ തൻ്റെ ശരീരത്തിൽ ഇപ്രകാരം യഥാർത്ഥമായി പീഡ അനുഭവിക്കുകയും ബലിയായിത്തീർന്ന് കുരിശിൽ വെച്ച് ഖണ്ഡിക്കപ്പെടുകയും ചെയ്തു. അവൻ്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ടെങ്കിലും ദൈവത്വം ആത്മാവിൽ നിന്നോ ശരീരത്തിൽ നിന്നോ വേർപിരിഞ്ഞില്ല. പ്ലീസ് റീഡ് ദാറ്റ് അഗൈൻ. இங்கனம் வார்த்தையாக இறைவன் தம் உடலில் மெய்யாகவே பாடுகள் அனுபவித்து பலியாக மாறி சிலுவையில் வதைக்கப்பட்டார். அவரது ஆன்மா உடலை விட்டு பிரிந்த பின்னும் அவரது இறைத்தன்மை தம் உடலை விட்டோ ஆன்மாவை விட்டோ பிரியவில்லை. ശരീരത്തിൽ നിന്നും വേർപിരിഞ്ഞില്ല. അവൻ കുന്തം കൊണ്ട് വിലാവിൽ കുത്തേറ്റു. அவர் ஈட்டியால் விலாவில் குத்தப்பட்டார். ലോകത്തിന് മുഴുവൻ പാപപരിഹാരം ഉണ്ടാക്കുന്ന രക്തവും വെള്ളവും അവിടെ നിന്നൊഴുകി. உலகனைத்திற்கும் பாவக்கழுவாய் அருளுகின்ற இரத்தமும் தண்ணீரும் அங்கிருந்து வடிந்தன. അവയാൽ അവൻ്റെ ശരീരം മുഴുവൻ നനഞ്ഞു. அவற்றால் அவரது உடல் முழுவதும் நனைந்தது. സർവ്വലോകത്തിൻ്റെയും പാപം നിമിത്തം പുത്രൻ തമ്പുരാൻ കുരിശിൽ മരിച്ചു. உலக மக்களின் பாவங்களால் திருமகன் சிலுவையில் இறந்தார். അവൻ്റെ ആത്മാവ് വീണ്ടും ശരീരത്തോട് ചേരുകയും ഇടത്തേതിനടുത്ത ജീവിത രീതിയിൽ നിന്നും വലത്തേതിലേക്ക് അവൻ നമ്മെ തിരിക്കുകയും ചെയ്തു. அவரது ஆன்மா மறுபடியும் உடலுடன் இணைந்து இடப்பக்க வாழ்க்கை நெறியிலிருந்த நம்மை വലപ്പക്കமாக திருப்பி அருளினார். സ്വരക്തത്താൽ അവൻ സ്വർഗീയരെ ഭൗമികരോടും സ്വജനത്തെ ജാതികളോടും ആത്മാവിനെ ശരീരത്തോടും യോജിപ്പിച്ച് സമാധാനം സ്ഥാപിച്ച ശേഷം മൂന്നാം ദിവസം കബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. தம் திருரத்தத்தால் அவர் வானவரை மன்னவரோடும் தம்மினத்தாரை பிறவினத்தாரோடும் ஆன்மாவை உடலோடும் இணைத்து
சமாதானத்தை நிலைநாட்டிய பின் 3ஆம் நாள் கல்லறையிலிருந்து உயிர்த்தெழுந்தார். അമ്മാനുവേൽ ഏകനാകുന്നു. അവിഭാജ്യമായ യോജിപ്പിന് ശേഷം ഇരു സ്വഭാവങ്ങളും വേർപിരിയുന്നില്ല. ഈ ശരീരം ഈ രക്തത്തിൻ്റെയും ഈ രക്തം ഈ ശരീരത്തിൻ്റേതുമാകുന്നു എന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. இம்மானுவேல் ஒருவரே ஆவார். பகுக்க முடியாமல் இணைந்து கொண்டபின் ஈரியல்புகளும் வேறுருவதில்லை. இவ்வுடல் இந்த இரத்தத்தினுடையதும் இந்த இரத்தம் இந்த உடலினுடையதும் என்று நாங்கள் விசுவாசமுடன் எடுத்துரைக்கின்றோம். Thank you. So this is something a great mystery. Of course, you as priest, every day when you celebrate, you are praying with this. I hope you are understanding the mystery of this, but in generally many people do not know this. The thing which people do not know is അവൻ്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ടെങ്കിലും, അതാണല്ലോ മരണം. ഡെത്ത് മീൻസ് ബോഡി ആൻഡ് സോൾ സെപ്പറേറ്റ്സ്, ദാറ്റ് ഈസ് ഡെത്ത്. മരണം എന്നത് ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപിരിയുന്നതിന് മരണമെന്ന് പറയുന്നു. പക്ഷേ ഈ ആത്മാവിലും ഈ ശരീരത്തിലും ഉള്ള ദൈവത്വം വേർപിരിയുന്നില്ല. ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ടെങ്കിലും, ദാറ്റ് ഈസ് ഡെത്ത്. ദൈവത്വം ആത്മാവിൽ നിന്നോ ശരീരത്തിൽ നിന്നോ വേർപിരിഞ്ഞില്ല. അപ്പോൾ ഈ മരിച്ച് ബ്ലഡ് മുഴുവനും രക്തം മുഴുവനും വാർന്നു പോയ ഈ ശരീരത്തിൽ ദൈവത്വം ഉണ്ട്, ദൈവത്വം ഉണ്ട്, ദൈവത്വം ഉണ്ട്. ദൈവത്വം പോകുന്നില്ല. ആ ദൈവത്വമാണ് വീണ്ടും ഈ ശരീരത്തെയും ആത്മാവിനെയും ഒന്നിപ്പിച്ച് ഉയർപ്പിക്കുന്നതിൻ്റെ പ്രധാന ഒരു തത്വം. മരിച്ച രക്തം മുഴുവനും വാർന്നു പോയി കഴിഞ്ഞു. അടക്കിയ ആ ശരീരത്തിൽ, ജസ്റ്റ് ഇമാജിൻ, ആ കബറിടത്തിൻ്റെ ഉള്ളിൽ കിടക്കവേ ഈ ശരീരത്തിൽ പുതിയ രക്തമുണ്ടാവുകയാണ്. പുതിയ രക്തം, പുതിയ ബ്ലഡ് വെസൽസ് ആൻഡ് ന്യൂ ബ്ലഡ്. ആ ആത്മാവ് ശരീരത്തിൽ വീണ്ടും പ്രവേശിച്ച് ശരീരവും ആത്മാവും വീണ്ടും ഒന്നാകുന്നു. ഈ ശരീരവും ആത്മാവും വീണ്ടും ഒന്നാകുന്ന അവസ്ഥയാണ് എമ്മാനുവേൽ ഏകനാണെന്ന് പറയുന്നത്. മരണമില്ലാത്തവരാണ്. ആ മരണമില്ലാത്ത സ്വഭാവത്താലേ മരണമില്ലാത്തവൻ ആയ ആ യേശു ഇപ്പോൾ മരിച്ചതിലൂടെ തൻ്റെ മരണത്താൽ മനുഷ്യൻ്റെ പാപം മൂലമുള്ള മരണത്തെ അവൻ കീഴടക്കി. അപ്പോൾ ഇതാണ് വിസ്മയാവഹമായ രഹസ്യം. ക്രിസ്റ്റോളജിയിലെ ക്രിസ്തുവിൻ്റെ ഏറ്റവും വിസ്മയാവഹമായൊരവസ്ഥ ഈ കബറിടത്തിൽ വെച്ചാണ് നടന്നതെന്ന് ഞാൻ ആരംഭം മുതലേ പറയണത് വലിയൊരു കാര്യമാണത്. അതെനിക്കറിയില്ല, ഈ ധ്യാനത്തിലാണ് എനിക്കതെങ്ങനെ ധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഈ ആശയം എൻ്റെ ഉള്ളിൽ വരികയാണ്. ഓക്കെ, ഇതിനി നമുക്ക് വിശദീകരിക്കാൻ പിന്നീട് സമയമുണ്ടാകുമായിരിക്കും. പക്ഷേ ഇപ്പോൾ സങ്കീർത്തനം 16 പാടുന്നത് ഇതാണ്. എന്താണ് ഈ സങ്കീർത്തനം 16 അവസാനം പറയുന്നത്? കർത്താവെപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്. ഈശോ പീഡ അനുഭവിക്കുന്ന അവസ്ഥയിലും ഈശോ പീഠാനുഭവത്തിൽ അതിഭയാനകമായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും കർത്താവെപ്പോഴും എൻ്റെ
കൺമുമ്പിലുണ്ട്, അവിടൻ എൻ്റെ വലത്തു ഭാഗത്ത് ഉള്ളത് കൊണ്ടു ഞാൻ കുലുങ്ങുകയില്ല. ഉണ്ടോ? ഇതാണ് ഏഷ്യ 50 വചനത്തിലെല്ലാം പറയുന്നത്. അവൻ അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു. നിന്ദനത്തിൽ നിന്നും തുപ്പലിൽ നിന്നും അവൻ മുഖം തിരിച്ചില്ല. ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല. ഞാൻ എൻ്റെ മുഖം ശിലാതുല്യമാക്കി എനിക്ക് ലജ്ജിക്കേണ്ടി വരികയില്ലെന്ന് ഞാൻ അറിയുന്നു. എനിക്ക് നീതി നടത്തി തരുന്നവൻ എൻ്റെ അടുത്തുണ്ട്, എൻ്റെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ ഈശോയുടെ പീഠാനുഭവത്തെ കുറിച്ചുള്ള CCCയിലെ 1851 എന്നെടുക്കാം. 1851. It is precisely in the passion, when the mercy of Christ is about to vanquish it, that sin most clearly manifested its violence. ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൽ അവിടുത്തെ കാരുണ്യം പാപത്തെ കീഴടക്കാൻ തുടങ്ങിയപ്പോഴാണ് പാപം അതിന്റെ അക്രമഭാവം അതിന്റെ വൈവിധ്യവും ഏറ്റവും വ്യക്തമായി വെളിപ്പെടുത്തിയത്. വിശ്വാസമില്ലായ്മ, ഹിംസാത്മകമായ വിദ്വേഷം, നേതാക്കന്മാരും ജനവും നടത്തിയ തള്ളിപ്പറച്ചിലും പരിഹാസവും, പീലാത്തോസിന്റെ ഭീരുത്വം, പട്ടാളക്കാരുടെ ക്രൂരത, യേശുവിന് സഹിച്ച യൂദാസിന്റെ കയ്പ് നിറഞ്ഞ ഒറ്റിക്കൊടുക്കൽ, പത്രോസിന്റെ തള്ളിപ്പറയൽ, ശിഷ്യന്മാരുടെ പ്രയാണം എന്നിവ. എന്നാലും at that passion, the mystery of the passion is this, that the sin entered in its to violence. പാപം അതിൻ്റെ ഏറ്റവും ഭയാനകമായ പ്രകടനം നടത്തി. എന്തൊക്കെയാണത്? അവിശ്വാസം, അൺബിലീഫ്, മർഡറസ്, hatred, shunning and mockery by the leaders and the people, Pilate's cowardice and cruelty of the soldiers, Judas's betrayal, so bitter to Jesus, Peter's denial and the disciples' flight. Everything happened in that one evening or that one day. That day, sin showed the most cruel form to God, the person Jesus. But however, at that very hour of darkness, the hour of the prince of this world, the sacrifice of Christ secretly becomes the source from which the forgiveness of our sins will pour forth inexhaustibility. അപ്പോൾ ഈ പാപം അതിൻ്റെ ഏറ്റവും ഭയാനകമായ ക്രൂവൽറ്റി കാണിച്ച് എല്ലാ വശത്തു നിന്നും ഒരേ സമയം യേശുവിനെ പീഡിപ്പിക്കുന്ന സമയത്ത്, ആ മണിക്കൂറിൽ പിശാച് തൻ്റെ ഏറ്റവും വലിയ മണിക്കൂറായിട്ട് കണക്കാക്കുന്ന അതേ സമയത്ത് ഈശോയുടെ ആത്മാവിൽ നിന്നും an inexhaustible source of mercy began to flow. ആ സമയത്താണ് ഈശോയുടെ സ്നേഹത്തിൻ്റെ പാരമ്യവും കരുണയും നിറഞ്ഞ an inexhaustible, ഒരിക്കലും വറ്റാത്ത ഒരു പ്രവാഹം ഉണ്ടായി. അതാണ് സങ്കീർത്തനം 16 പറയുന്ന മറ്റൊന്ന്, കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്,
അവിടുന്നെന്റെ വലത്തുഭാഗത്ത് ഉള്ളതു കൊണ്ടു ഞാൻ കുലുങ്ങുകയില്ല. അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗമാനന്ദം കൊള്ളുകയും ചെയ്യുന്നു. എൻ്റെ ശരീരം കണ്ടോ, ഇപ്പോൾ യേശു മരിച്ചു എങ്കിലും സ്വഭാവത്താലേ മരണമില്ലാത്തവൻ അവൻ്റെ ആത്മാവിൽ നിന്നും പ്രപഞ്ചം മുഴുവനെയും രക്ഷിക്കുന്ന ജീവജലത്തിൻ്റെ കരുണയുടെ ഉറവ ഒഴുകുന്നു എൻ്റെ അന്തരംഗം. ആ സമയത്ത് ഈശോയുടെ അന്തരംഗം ആനന്ദം കൊള്ളുന്നു. ഇത് നമുക്ക് വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവിടെ മല്ലനെ പോലെ പ്രസന്നതയോടെ എന്നുള്ളതിൻ്റെ ഒരു ആരംഭമായിരുന്നു. കാരണം he conquered by his death, he conquered death. By his raising he restored life. അപ്പോൾ ആ കോൺകറിങ് നടന്നതിന് ശേഷം his body is buried. എൻ്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു. ആ ശരീരത്തിൻ്റെ വിശ്രമം എന്ന് പറയുന്നതാണ് നമ്മൾ ഇപ്പോൾ തക്സയിൽ നിന്ന് വായിച്ചു കേട്ടത്. മരണം ശരീരവും ആത്മാവും വേർപെട്ടു എങ്കിലും ശരീരത്തിലെ ദൈവത്വം വേർപെടുന്നില്ല. ആ ദൈവത്വത്തിനെ കുറിച്ചാണ് ഈശോ 10:18 പറയുന്നത്. യോഹന്നാൻ 10:17 മുതൽ പറയുന്നത്, എനിക്ക് ഈ അധികാരം തന്നിരിക്കുന്നു. എന്തിനുള്ള അധികാരം? എന്നെ സമർപ്പിക്കാനും തിരികെ എടുക്കാനും എനിക്ക് അധികാരം. എനിക്ക് എന്നെ മരിപ്പിക്കാൻ എനിക്ക് അധികാരം തന്നിരിക്കുന്നു. ആ മരിച്ച എനിക്ക് ആ മരിച്ച അവസ്ഥയിൽ നിന്ന് ജീവൻ നേടാനും. അതൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ലോജിക്കിൽ മരിച്ച ആൾക്ക് അയാളുടെ ശക്തി കൊണ്ട് ജീവിക്കാൻ പറ്റുമോ? അതാണ് നമ്മൾ ഈസ്റ്ററിന് ഈസ്റ്റർ എഗ് എന്ന് പറഞ്ഞൊരു പ്രാക്ടീസ് ഇവിടെ ഉണ്ടോ? ഈസ്റ്റർ എഗ് ഇല്ലേ? ഈസ്റ്റർ എഗ്സ് ഇങ്ങനെ കൊടുക്കുന്ന സമ്പ്രദായം. അപ്പോൾ ഈസ്റ്റർ എഗ് ഇൻ്റെ സിംബോളിസം എന്താണ്? വൈ പീപ്പിൾ ഡിസ്ട്രിബ്യൂട്ട് ഈസ്റ്റർ എഗ്? സോ എഗ്ഗിൻ്റെ ആ കോഴിമുട്ടയുടെ ഒരു പ്രത്യേകത, കോഴി അടയിരുന്ന് വിരിയുമ്പോൾ തള്ളക്കോഴി കൊത്തിയിട്ടല്ല അതിനെ തുറക്കുന്നത്. അതിൻ്റെ കബറിടത്തിൽ നിന്നും ഉള്ളിൽ നിന്ന് തന്നെ കുഞ്ഞ് കുത്തി പുറത്തു വരികയാണ് ചെയ്യുന്നത്. കോഴിക്കുഞ്ഞ് ആകുന്ന ആ പ്രോസസ്സിൻ്റെ അവസാനത്തിൽ പുതുജീവനാകുന്ന കുഞ്ഞിൻ്റെ കൊക്കുകൊണ്ട് ഉള്ളിൽ നിന്ന് ആ ഷെല്ല് പൊട്ടിച്ച് പുറത്തു വരുന്നു. ദ ലൈഫ് ഫ്രം വിത്തിൻ. അങ്ങനെ ഉള്ള ആ ഉയർപ്പിൻ്റെ അവസ്ഥ എന്നത് മരിച്ച യേശുവിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ആ ദൈവത്വം തന്നെയാണ് ആ ശരീരവും ആത്മാവും തമ്മിൽ കബറിടത്തിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ വീണ്ടും യോജിക്കുകയും രക്തം മുഴുവനും വാർന്നു പോയ ആ ശരീരത്തിൽ പുതിയ രക്തം, അതാണ് പുതുജീവൻ. പുതിയ രക്തം വരികയും ആ പുതിയ രക്തം നിറഞ്ഞ പുതിയ ശരീരം. അതിനു മുമ്പ് ആ ശരീരത്തെ പീഡിപ്പിച്ചതിലൂടെ ശരീരത്തിൽ ഒരുപാട് മാംസകഷ്ണങ്ങളെല്ലാം പോയി എങ്കിലും ഇപ്പോൾ പുതിയ ശരീരം, പുതിയ രക്തം ആയി ഈശോ പുറത്തു വരുന്നു. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. അങ്ങെനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണത. ഇതാണ് ദൈവിക പൂർണ്ണത, ആനന്ദത്തിൻ്റെ പൂർണ്ണത. ഈ ഒരവസ്ഥ
ആ ശരീരത്തിൽ ആത്മാവ് വീണ്ടും യോജിക്കുകയും ആ ശരീരത്തിൽ പുതിയ രക്തം വരികയും അങ്ങനെ ആ പുതിയ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ആ പ്രവർത്തനം. ഇനി ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്ന ഒരാശയം കൂടി നമുക്ക് ചിന്തിക്കാം. അങ്ങിൽ നിന്നല്ലാതെ എനിക്ക് നന്മയില്ല എന്ന് ഞാൻ കർത്താവിനോട് പറയും. എവിടെയത്? കർത്താവാണെൻ്റെ ഓഹരിയും പാനപാത്രവും എൻ്റെ പാകധേയമവിടുത്തെ കരങ്ങളിലാണ്. അഭികാമ്യമായ ദാനമാണെനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത്. വിശിഷ്ടമായ അവകാശം എനിക്കു ലഭിച്ചിരിക്കും. അവകാശം ഇവിടെ 2-3 പോയിന്റ്. ഗാഡ് ഈസ് അവർ ഇൻഹെറിറ്റൻസ്. ദൈവം നമ്മുടെ അവകാശമാണ്. ഹീ ഈസ് അവർ പോർഷൻ. കർത്താവാണെൻ്റെ ഓഹരിയും എൻ്റെ പാനപാത്രം. ഓഹരി എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ നമ്മൾ നാട്ടിലെല്ലാം വീട്ടുകാർ, ഇപ്പോൾ മക്കൾ 2 അല്ലെങ്കിൽ 5 മക്കളുണ്ട്, അപ്പന് 5 ഏക്കർ സ്ഥലമുണ്ട്. അപ്പോൾ ഒരാൾക്ക് എത്ര ഓഹരി കിട്ടും? 1 ഏക്കർ ഓഹരി കിട്ടും. അതൊരു ഫിസിക്കൽ മെറ്റീരിയൽ പ്രപ്പോർഷനാണ്. മെറ്റീരിയൽ എന്ന പോലെ നമുക്കെല്ലാവർക്കും ഒരു ജന്മാവകാശമുണ്ട്, നമ്മുടെ ഓഹരി. എന്താണ് ഇവിടെ പറയുന്നത്? കർത്താവാണെൻ്റെ ഓഹരിയും പാനപാത്രവും എൻ്റെ പാകധേയമവിടുത്തെ കരങ്ങളിലാണ്. അഭികാമ്യമായ ദാനമാണെനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത്. അളന്നു കിട്ടിയിരിക്കുന്നു. ഇതെല്ലാം പ്രതീകങ്ങളാണ്. അപ്പോൾ വീട്ടിൽ 5 ഏക്കർ ഉള്ളവന് ഓരോരുത്തർക്കും 1 ഏക്കർ അളന്ന് കൊടുത്തു, കിട്ടി. പക്ഷേ ഒരു സ്പിരിച്വൽ മീനിങ്ങിൽ വരുമ്പോൾ ഈ മെറ്റീരിയൽ മീനിങ്ങിൽ 5 ഏക്കറിന് അളന്ന് ഓരോരുത്തർക്കും 1 ഏക്കറോ ഒരു. പക്ഷെ ദൈവം, ഗോഡ് ഈസ് എറ്റേണൽ, ഗോഡ് ഈസ് ഇൻഫിനിറ്റ്. അപ്പോൾ ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒന്നിൽ നിന്നും ഒരു പോർഷൻ അളന്ന് കിട്ടിയാൽ എത്ര കിട്ടും? ഇൻഫിനിറ്റ് ഡിവൈഡഡ് ബൈ എനിത്തിങ് ഈക്വൽ ടു ഇൻഫിനിറ്റ്, ഇല്ലേ? എല്ലാവരും മാത്തമാറ്റിക്സ് പഠിച്ചേക്കുന്നവരാണ്, മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നവരാണ്. ഇതൊരു സാധനം മാത്രമേ ഈ മാത്തമാറ്റിക്സിൽ നമുക്ക് പ്രയോജനമുള്ളൂ. എന്താണ്? ഇൻഫിനിറ്റ് ഡിവൈഡഡ് ബൈ എനിത്തിങ് ഈക്വൽ ടു ഇൻഫിനിറ്റ്. ഈ അർത്ഥത്തിലാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ എന്ന്. അതായത് ദൈവത്തിൽ വിശ്വസിക്കുന്നവനിൽ ദൈവം വസിക്കുന്നു. ദൈവം എത്രത്തോളം വസിക്കുന്നു? ആ മെഴുകുതിരി ഒന്ന് എടുക്കാമോ? 2 മെഴുകുതിരിയും ലൈറ്ററും. സോറി. നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് എ മസ്റ്റർഡ് സീഡ്. ദൈവത്തിൽ നിന്നും, ദൈവത്തിൻ്റെ അസ്തിത്വത്തിൽ നിന്നും, ദൈവത്തിൻ്റെ ഉണ്മയിൽ നിന്നും ഒരു കടുകുമണി നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് എത്രത്തോളമുണ്ട്? അതെത്രയുണ്ടത്? ദൈവം ഇൻഫിനിറ്റാണ്. ഗോഡ് ഈസ് ഇൻഫിനിറ്റ്. ആ ഇൻഫിനിറ്റ് ദൈവത്തിൽ നിന്നും ഒരു മില്ലിഗ്രാം കിട്ടുകയാണെങ്കിൽ, ഒരു കടുകുമണി കിട്ടുകയാണെങ്കിൽ എന്ത് കിട്ടി? ഇൻഫിനിറ്റ്. ആ അർത്ഥത്തിലാണ് അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത്. വിശിഷ്ടമായ അവകാശം എനിക്കു ലഭിച്ചിരിക്കുന്നു. അച്ഛൻ ഇവിടെ നിന്നോ?
ഇപ്പം ദിസ് ഈസ് അഗെയിൻ എ ഡെമോൺസ്ട്രേഷൻ അബൌട്ട് കർത്താവാണെൻ്റെ ഓഹരിയും പാനപാത്രവും ഇതാണ് നമ്മുടെ ബാപ്റ്റിസം ക്യാൻഡിൽ അല്ലെങ്കിൽ ദ ഈസ്റ്റർ ക്യാൻഡിൽ. ഓക്കെ, അത് മതി. ഈ ഇതെടുക്കാം നമുക്ക്. You are baptizing me, okay? And you gave this light to me, saying, you are the light of the world. ഇപ്പോൾ ഞാൻ എടുത്തു വായോ. Now look at this. Have you received such a candle? Yes or no? No, you have not received. When you were baptized? ഇവിടെ ഇല്ല. We don't have that. But then what other symbolism? Oil. Okay. Adana panapatra. Oil and the chrism. Okay. Anyway, by way of saying, you become another light. When you receive anything from God. Now once again. Now this is the light. I am only taking a little light, okay? A little light. A little light. So, and this is what a portion. Now, what have I received? Have I received part or full? Have I received part or full? This is something which is impossible for God, that He cannot give a part. He cannot give a part. His hand is burning, yes. Not burning, okay. Okay, thank you. Now this is to make us to understand. Thank you. Okay. കർത്താവാണെൻ്റെ ഓഹരിയും പാനപാത്രവും എൻ്റെ ഭാഗധേയമവിടുത്തെ കരങ്ങളിലാണ്. അപ്പോൾ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാന ഒരു രഹസ്യം, വിശ്വസിക്കുന്നവനിൽ ദൈവം വസിക്കുന്നു. അതാണ് മലയിലിറങ്ങി വന്നപ്പോൾ കുറേ പേര് ഈശോയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിൻ്റെ അപ്പസ്തോലന്മാരോട് ഈ പിശാചിനെ ഒഴിപ്പിക്കാൻ പറഞ്ഞിട്ട് അവന് സാധിച്ചില്ല. ഇത് വീണ്ടും ഐ ആം ഗോയിങ് ലിറ്റിൽ വൈഡ്. മലയിലെ മുകളിൽ ആയിരുന്ന മോശ ആ ദൈവത്തിൻ്റെ പ്രകാശവും ദൈവത്തെ മുഴുവൻ അനുഭവിച്ചറിഞ്ഞു. പക്ഷെ താഴെ വന്നപ്പോഴേക്കോ ഇവിടെ എന്താ അവസ്ഥ? താഴെ വന്നപ്പോൾ അവർ ഓൾറെഡി അവിടെ എന്താ പറഞ്ഞ് കാളക്കുട്ടിയെ ഉണ്ടാക്കി ആ ഒരു റൂട്ടിലാണ് അവർ പോകുന്നത്. ഇതിൻ്റെ ഒരു ചെറിയ ഡ്യൂപ്ലിക്കേഷൻ പോലെയാണ് ഈശോ മലമുകളിൽ നിന്ന് താഴോട്ടിറങ്ങി ഇവിടെ വന്നപ്പോഴേക്കും ഇവിടെ തൻ്റെ അപ്പസ്തോലന്മാർ തന്നെ ഒരു പഴയ രീതിയിലേക്ക് പോണ മാതിരിയാണ്. അതുകൊണ്ടാണ് അത് നമുക്കിനി പിന്നീട് എടുക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം അങ്ങോട്ട് പോകണ്ട, ഇപ്പോൾ സമയമായിട്ടില്ല. എപ്പോഴും ഒരു ആൻറ്റിസിപ്പേറ്ററി ആയിട്ടാണ് പോണത്. ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് ലേറ്റർ. പക്ഷേ എനിക്ക് ഭയങ്കര ഒരു ആകാംക്ഷയാണത് പറയാൻ. അവിടെ അപ്പസ്തോലന്മാർ അല്ലെങ്കിൽ ശിഷ്യന്മാർ ഈശോനോട് പിന്നെ ചോദിച്ചു, അതെന്താ ഞങ്ങൾക്ക് ഇത് പുറത്താക്കാൻ പറ്റാഞ്ഞത്? ഞങ്ങൾക്ക് എന്താ പറ്റാഞ്ഞത്? അവൻ ഒറ്റയ്ക്കായപ്പോൾ വന്ന് ചോദിച്ചു. ഇതൊക്കെ ഈ പരസ്യ ജീവിതത്തിലെ രഹസ്യങ്ങളാണിതെല്ലാം. പരസ്യമായിട്ട് അവർ ചോദിക്കുന്നുമില്ല, യേശു പറയണമില്ല. പരസ്യമായിട്ട് വേറൊരു പരിപാടി, രഹസ്യമായിട്ട് വേറൊരു പരിപാടി. അത് ഒരു മോശമായ അർത്ഥത്തിലല്ല പറയണേ, വിസ്മയനീയത. അതാണ് മലങ്കര കുർബാന അല്ലേ? അതാണ് മലങ്കര കുർബാന. അതാണ് മലങ്കര കുർബാന. രഹസ്യമായിട്ട് ഇവിടെ എന്തോ എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ പഴയ ലത്തീൻ കുർബാനയിൽ, ഇപ്പോൾ ജർമ്മനിയിലൊക്കെ പോകുമ്പോൾ പഴയ ലത്തീൻ കുർബാന ചിലവർക്ക് അത് മാത്രം മതി, അവർ അത് മാത്രം. അവിടെ ഒന്നും പറയണില്ല, ഒന്നും കേൾക്കണില്ല. എന്തുകൊണ്ടാണ്? എല്ലാം രഹസ്യമാണ്. പക്ഷെ ഇപ്പം നമുക്ക് മനസ്സിലാവണുണ്ട് എന്തായിരിക്കാം അവരവിടെ പറയണേന്നൊക്കെ അല്ലേ. ഇപ്പം നമ്മൾ കുർബാന എല്ലാം പഠിച്ചതിൻ്റെ പേരിൽ. അതിനു മുമ്പ് നമ്മൾക്ക് ഒരു പക്ഷേ
പഠിച്ചവർക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ എന്നിരുന്നാലും ഈശോ അവിടെ പറയുകയാണ്, എനിവേ ലെറ്റ് മീ കം ടു ദ പോയിന്റ്. ഈശോ പറയാണ്, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ. വിശ്വാസം. അതെന്ത് ഈ അല്പ വിശ്വാസം എന്ന് പറഞ്ഞാൽ? നിങ്ങളുടെ അല്പ വിശ്വാസം. എന്നിട്ട് പറയാണ് എന്താണ്? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അല്പവിശ്വാസത്തിന്റെ ഓപ്പോസിറ്റ് എന്താ? മുഴുവൻ വിശ്വാസം അല്ലേ? എന്താണ് ഈ മുഴുവൻ വിശ്വാസം എന്ന് പറഞ്ഞാൽ? പറഞ്ഞോ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും. നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല. ആർക്ക്? നിങ്ങൾക്ക്. ദൈവത്തിന് യാതൊന്നും അസാധ്യമല്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ എന്താ പറയണത്? നിങ്ങൾക്ക്. വർഗീസ് അച്ചോ നിങ്ങൾക്ക്, സണ്ണി അച്ചോ നിങ്ങൾക്ക്, അച്ചോ നിങ്ങൾക്ക്, ടു യു. കണ്ടോ, ഒരാൾക്ക്. പക്ഷെ എന്താണെങ്കിൽ ഒരു കടുകുമണി വേണം. എന്താണ് ഈ കടുകുമണി? അപ്പോൾ ഈ കടുകുമണി എന്ന് അവിടെ പറയുമ്പോൾ ഇതാണ് സങ്കീർത്തനം 16 പറയുന്നത്, കർത്താവാണെൻ്റെ ഓഹരിയും പാനപാത്രവും അഭികാമ്യമായ ദാനമാണെനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത്. കർത്താവാണെൻ്റെ ഓഹരി എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് ദൈവത്തിൽ നിന്നും ഒരു പോർഷൻ നമുക്ക് കിട്ടുമ്പോൾ ആ പോർഷൻ എന്താണ്? ഇൻഫിനിറ്റ് ആണ്. ഉദാഹരണത്തിന് ഇവിടെ വിശുദ്ധ കുർബാന സ്വീകരണ സമയത്ത് നമ്മുടെ വലിയ കൺവെൻഷനൊക്കെ ആണെങ്കിൽ കുർബാന കൊണ്ട് അച്ഛനെ വിളിച്ച് അവിടെ ചെന്നു കുറേ ആൾക്കാർ ഓടി വന്നു കൊടുത്ത് അവസാനം ഒരു ഓസ്തിയുണ്ട്, 10 ആളുണ്ട്. എന്ത് ചെയ്യും? യു ബ്രേക്ക് ഇറ്റ്. അവർക്ക് യാതൊരു സംശയമില്ല, അതിൻ്റെ ഒരു പാർട്ടിക്കിൾ കിട്ടിയാലും കടുകുമണിയോളം കിട്ടിയാലും അതിൽ മുഴുവനും കർത്താവുണ്ടെന്ന് നമുക്കും ഈ നമ്മുടെ സാധാരണ വിശ്വാസികൾക്കും ഫുള്ളി കൺവിൻസ്ഡ്. അങ്ങനത്തെ ഒരവസ്ഥയാണ് ഈ കടുകുമണി. ദൈവത്തിൻ്റെ അസ്തിത്വത്തിൽ നിന്നും എ പോർഷൻ, when we receive that portion contains the fullness. Praise the Lord. അപ്പോൾ അങ്ങനത്തെ ഒരു അവകാശം ഓരോ മനുഷ്യരും, വിശ്വാസികൾ എന്ന് പറയുന്നത് ഇത് വിശ്വസിക്കുന്നവരാണ്. പക്ഷേ അബ്രാഹത്തിന് ഇത് വിശ്വസിച്ചിട്ടാണോ അബ്രാഹത്തിന് വിശ്വാസം കിട്ടിയത്? അബ്രാഹം ആരുമല്ലായിരുന്ന സമയത്ത് വിശ്വാസം എന്ന ദാനം അബ്രാഹത്തിന് കൊടുക്കുന്നു. എന്ന പോലെ യേശുക്രിസ്തു വന്നതിലൂടെ യേശുക്രിസ്തുവിൻ്റെ പീഠാസഹനവും മരണവും ഉത്ഥാനവും വഴിയായിട്ട് ഇങ്ങനെ ഒരു അച്ചാരമായിട്ട് ഈ വിശ്വാസം പ്രസരിച്ചിരിക്കുന്നു. ഇനി അതിനെ നമ്മൾക്ക് വളർത്തിയെടുക്കണം. അതാണ് മിഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ അവസാനം വായിച്ചത് ഇതാണ്, അവിടെ എന്നെ പാതാളത്തിൽ തള്ളുകയില്ല, എൻ്റെ അന്തരംഗം ആനന്ദം കൊള്ളുന്നു, അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. നമ്മളിപ്പോൾ വിശുദ്ധ ബലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ വിശുദ്ധ ബലിയുടെ ആ ഏറ്റവും പ്രധാനമായ വിഭജന പ്രാർത്ഥനയിൽ നമ്മളിപ്പോൾ വായിച്ചു കേട്ട കാര്യം, അതായത് ശരീരം ആത്മാവും പിരിഞ്ഞു എങ്കിലും ശരീരത്തിൽ നിന്നോ ആത്മാവിൽ നിന്നോ ദൈവത്വം അകലുന്നില്ല. ഇത് വലിയ ഒരു കാര്യമാണ്. ആ മരിച്ച രക്തം മുഴുവനും വാർന്നുപോയ ശരീരത്തിൽ ദൈവത്വം മുഴുവനും ഉണ്ട്. ആ ദൈവത്വമാണ് ഈ ശരീരം ജീർണിക്കാതിരിക്കുന്നതും, ആ ദൈവത്വമാണ് ആത്മാവും ശരീരവുമായിട്ട് വീണ്ടും ചേരുന്നതും, ആ ദൈവത്വമാണ് ഈ ശരീരത്തിൽ പുതിയ രക്തമുണ്ടാക്കുന്നതും. അങ്ങനെ പുതിയ രക്തം മുഴുവനും വാർന്നു പോയതാണ്. ആ പുതിയ രക്തവും പുതിയ ശരീരവും ആത്മാവിനോട് ചേർന്ന് കഴിഞ്ഞപ്പോൾ എന്താണ് അവിടെ പറയുന്നത്?
ഒരു കാര്യം അതൊന്ന് വായിച്ചോട്ടെ. ഇടത്തേതിനടുത്ത ജീവിത രീതിയിൽ നിന്നും വലത്തേതിലേക്ക് അവൻ നമ്മെ തിരിക്കുകയും ചെയ്തു. അതാണ് പിതാവിനും പുത്രനും എങ്ങനെയാ? നിങ്ങൾ ഇടത്തുനിന്ന് വലത്തോട്ടല്ലേ? കണ്ടോ, ഇടത്തുനിന്ന് വലത്തേട്ട് മാറി. അപ്പോൾ നമ്മൾ പിതാവ് പുത്രനും പരിശുദ്ധാത്മാവും വേഗം ചെല്ലുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ പരിശുദ്ധാത്മാവിൻ്റെ അല്ലെങ്കിൽ ഈ രക്ഷാകര പ്രവൃത്തിയിലൂടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളെ ഇടത്തേതിനടുത്ത ജീവിത രീതിയിൽ നിന്നും വലത്തേതിലേക്ക് കൊണ്ടു. നമ്മളിപ്പോൾ എവിടെയാണ്? വലതുവശത്താണ്. നമ്മളെവിടെ ആയിരിക്കും? വലതുവശത്ത് തന്നെ ആയിരിക്കും. പ്രൈസ് ദ ലോർഡ്. എന്തൊരു മനോഹരമാണില്ലേ ഇത് ഞാനിങ്ങനെ വായിച്ച് ആനന്ദിക്കുന്ന ഒരു പോയിൻ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇന്ന് നമ്മൾ വിശുദ്ധ കുർബാനയിൽ ഇതിൻ്റെ ആ ഒരു രൂപാന്തരീകരണ പ്രോസസ്സിലേക്ക് നമ്മളിപ്പോൾ കിടക്കുകയാണ്. അതിൻ്റെ ഒരു അവസ്ഥയാണിത്. ദൈവം നമ്മുടെ പ്രവൃത്തിയുടെ ഫലമായിട്ടല്ല, കർത്താവ് ഈശോ മിശിഹ കുരിശിൽ അർപ്പിച്ച ഈ പ്രവൃത്തികളെല്ലാം നമ്മളിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അതിനെ നമ്മളൊരു റീഡിസ്കവറിയിലേക്ക് ഇപ്പോൾ പോവുകയാണ്. അതിനെ വൈറ്റലൈസിങ് ആയിട്ടുള്ള അനുഭവത്തിലേക്ക് നമുക്ക് ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ പോയി നമ്മൾ പൂർണ്ണമായ ആ ഇടത്തേതിൽ നിന്നും വലത്തേതിലേക്ക് വരുന്നു. കടുകുമണി, ശരീരം, രക്തം, ദൈവത്വം, ഇതെല്ലാം ഒന്ന് അനുഭവത്തിലേക്ക് കൊണ്ടുവരിക. താങ്ക് യു.